നമസ്കാരം മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം. 3 മാസം ഗർഭിണിയായ മുൻ ഭാര്യയെ യുവാവ് വീട്ടിൽ അതിക്രമിച്ച് കയറി അതിക്രൂരമായി കുത്തിക്കൊന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. സംഭവം നടക്കുന്നത് ഹൈദരാബാദിലെ വനസ്ഥലിപുരം ഗ്രീൻ സിറ്റി കോളനിയിൽ താമസിക്കുന്ന IT ജീവനക്കാരിയായ സുനിതയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ദേവരകൊണ്ട മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു ദാരുണമായ സംഭവം നടന്നത്. വിവാഹമോചനത്തിന് ശേഷം സുനിത പുനർവിവാഹം ചെയ്തതും തനിക്കെതിരെ ഗാർഹിക പീഡന പരാതി നൽകിയതുമാണ് മഹേഷിനെ പ്രകോപിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഗാർഹിക പീഡന കേസിന് പിന്നാലെ മഹേഷിന്റെ അമ്മ മരിച്ചിരുന്നു. ഗാർഹിക പീഡന കേസ് കാരണം കുടുംബം മാനസികമായി തളർന്നെന്നും അമ്മയുടെ മരണത്തിൽ സുനിതയാണ് പ്രതി കുറ്റപ്പെടുത്തിയിരുന്നതെന്നും ഇതെല്ലാമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു. 2 കത്തികളും ഇലക്ട്രിക് വാളും ഒരു കുപ്പി പെട്രോളുമായാണ് പ്രതി മുൻ ഭാര്യയുടെ വീട്ടിലെത്തിയത്. സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകൾ പരിശോധിച്ചാണ് മഹേഷ് സുനിതയുടെ പുതിയ വിലാസം മനസ്സിലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ആയുധങ്ങളുമായി ബുധനാഴ്ച ഉച്ചയോടെ ഫ്ളാറ്റിൽ കടന്ന പ്രതി നേരെ സുനിതയുടെ മുറിയിലെത്തി പിന്നീട് അവിടെ എത്തിയിട്ടാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപാതകം നടത്തിയത്. ഈ മാസം യുവതി ജോലിയിലായിരുന്നു. തുടർന്ന് വാതിൽ അകത്തു നിന്ന് പൂട്ടിയിട്ട പ്രതി സുനിതയുമായി വഴക്കിട്ടു. പിന്നാലെ ബാഗിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സുനിതയെ ആക്രമിക്കുകയായിരുന്നു. യുവതിയുടെ ദേഹമാസകലം കുത്തി പരിക്കേൽപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. തലയിലും കുത്തേറ്റു. ഇതിനിടെ സുനിതയുടെ നിലവിളി കേട്ട് ടെറസിലായിരുന്ന ഭർത്തൃമാതാവും മറ്റൊരു മുറിയിലായിരുന്ന ഭർത്തൃ സഹോദരനും ഓടിയെത്തി. ഇവർ അയൽക്കാരെയും പോലീസിനെയും വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും മഹേഷ് കുളിമുറിയിൽ കയറി ഒളിച്ചു. തുടർന്ന് പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ചാണ് ഇയാളെ പുറത്തിറക്കിയത്. പിന്നാലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട സുനിതയും മഹേഷും 2022 വിവാഹിതരായത്. 2 പേരും IT ജീവനക്കാരാണ്. വിവാഹശേഷം ഇരുവരും കാനഡയിലേക്ക് പോയി. എന്നാൽ വൈകാതെ ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുത്തു. 2024 സുനിത ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിനിടെ മഹേഷിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡന കേസും ഫയൽ ചെയ്തിരുന്നു. 2025 സുനിത പുനർവിവാഹം ചെയ്തത്. ഇതിനിടെ മഹേഷ് നാട്ടിലെത്തി. എന്നാൽ ഗാർഹിക പീഡന കേസിൽ ലുക്കൌട്ട് സർക്കുലർ നിലവിലുള്ളതിനാൽ മഹേഷിനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പോലീസ് പിടികൂടി. ഇയാളുടെ പാസ്പോർട്ടും പിടിച്ചെടുത്തു. ഇതോടെ മഹേഷിന്റെ കാനഡയിലേക്കുള്ള മടക്കയാത്രയും മുടങ്ങി. തിരികെ പോകാൻ കഴിയാതിരുന്നതോടെ മഹേഷ് നിരാശനായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുനിത മറ്റൊരു വിവാഹം കഴിച്ച കാര്യം പ്രതി അറിഞ്ഞത്. തുടർന്നാണ് മുൻ ഭാര്യയോട് പ്രതികാരം ചെയ്യാൻ പ്രതി തീരുമാനിച്ചതെന്നും പോലീസ് പറഞ്ഞു.